നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പ്, ആ ഒരു ആപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ പോലും ആ ഒരു ആപ്പ് നമ്മുടെ ഡാറ്റകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ നേരത്തെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ ആ ഒരു ആവശ്യം കഴിഞ്ഞ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളഞ്ഞ ആ ഒരു ആപ്പ് നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. കാരണം നമ്മളൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകൾ നമ്മുടെ ആവശ്യം എന്താണോ അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കരുതിയ ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്, ഡാറ്റകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഒരു ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ അവിടെ നിന്ന് നമ്മുടെ ഡാറ്റകൾ എടുക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് പ്ലേ സ്റ്റോറിനകത്താണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്നത്, ഈ കാണുന്ന പ്രൊഫൈലിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ കാണും. ഇവിടെ ഏറ്റവും മുകളിൽ ഓവർ വ്യൂ എന്ന് കാണും, തൊട്ടടുത്ത് മാനേജ് എന്നും കാണാൻ സാധിക്കും. അതിനകത്ത് മാനേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളാണ് ഇതൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തതോ ആയിട്ടുള്ള ആപ്പുകളാണ് ഇതെല്ലാം കാണാൻ സാധിക്കുക. ഇവിടെ മുകളിലായിട്ട് കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഓപ്ഷൻസുകൾ, ഇതിൽ ആദ്യം കാണുന്ന ദിസ് ഡിവൈസ് എന്നുള്ള കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് കാണും. ഇവിടെ താഴെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണാൻ സാധിക്കും. ഈ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഒഴിവാക്കിയ ആപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിനകത്തൊന്നും പോയിട്ടില്ല, നിങ്ങളുടെ ഫോണിൽ തന്നെ അത് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് കാണുന്ന ആപ്പുകളൊന്നും നിങ്ങളുടെ ഫോണിനകത്ത് ഇപ്പോൾ ഉണ്ടാകില്ല. നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്പുകളാണ്. ഇവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന ഒരു ഭാഗത്താണ് ഇത് കാണുന്നത്. ഇവിടെ നിന്നുകൂടി നിങ്ങൾ ആപ്പുകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിനകത്ത് തന്നെ കിടക്കും. അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡിക്കകത്താണ് ഇത് കിടക്കുന്നത്. ഈ മെയിൽ ഐ ഡിക്കകത്ത് നിന്നും ഇത് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നിൻ്റെയും എത്ര MB ആണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിനകത്ത് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കണക്ഷൻ ബന്ധം ഈ ആപ്പുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ആപ്പുകളൊക്കെ നമ്മൾ ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവസാനം കാണുന്ന ഈ ബോക്സ് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഡിലീറ്റ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ഈ കാണുന്ന വലതുഭാഗത്തുള്ള ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് നമുക്ക് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആവശ്യം കഴിഞ്ഞ് ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഏതാണെന്ന് നമ്മൾ ഓർമ്മയില്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ജിമെയിൽ ആപ്പിനകത്താണ്. നമ്മുടെ ഗൂഗിളിൻ്റെ ജിമെയിൽ ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഇവിടെ ഈ വലതു ഭാഗത്ത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ മെയിൽ ഐ ഡിയും കാണും. ഒരു മെയിൽ ഐ ഡി ഉള്ള ആളുകളൊന്നും ചെയ്യേണ്ട. ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത മെയിൽ ഐ ഡിക്ക് നേരെ താഴെ ഗൂഗിൾ അക്കൗണ്ട് നിന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ അക്കൗണ്ട് നിന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് ഇവിടെ കാണാം ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുറച്ചധികം താഴോട്ട് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ ഷെയറിംഗ് എന്ന് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കുക. തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ് എന്നുള്ള ഭാഗത്ത് താഴെ കീപ് ട്രാക്ക് യുവർ കണക്ഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മളുടെ തേർഡ് പാർട്ടി ആപ്പുകളോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഇവിടെ ഡാറ്റ ഷെയറിംഗ് എന്ന പേരിൽ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ആപ്പുകളാണ് നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യുന്നതെന്നും അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെ. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ നമ്മൾ 6 മാസത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ നമ്മളൊരു ആവശ്യമില്ലാതെ വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതോ നമ്മളറിയാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ താഴെ നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസ് എന്ന് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിലായിട്ട് കാണാൻ സാധിക്കും ലിങ്ക്ഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ മാനേജ് ഡാറ്റ ഷെയറിംഗ് എന്നുള്ള പേരിൽ കാണാം. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക റിവ്യൂ യുവർ ലിങ്ക്ഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഈ റിവ്യൂ യുവർ ലിങ്ക്ഡ് ആപ്സ് എന്ന് കാണുന്നതിൻ്റെ താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഡാറ്റകൾ ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിലേത് ആപ്പാണോ നിങ്ങൾക്ക് ഡാറ്റ ഷെയർ ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക ഡിലീറ്റ് ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും.
അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. താഴെ കൺഫേം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ മൊബൈലുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയുമായിട്ടുള്ള ബന്ധം അവിടെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട 2 സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.